ഈ കാണുന്ന ശില്പത്തിൻ്റെ ഇത് തന്നെയാണ് അകത്തുനിന്ന് നിലവിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും. മഹാദേവൻ്റെ പേര് മാനും മഴുവാണ് അതിൽ അഭയവരതോടുകൂടിയിരിക്കുന്നത്. ഈ കരിങ്കല്ല് കൊണ്ടുള്ള കുടിവിളക്കിന് ഏകദേശം 1500 വർഷം പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നേതൃത്വം ഉണ്ടായിരുന്നതാണ്. ഇതിൽ ഈ ചോളന്മാർ നിർമ്മിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഈ കാണുന്ന 5 ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ അതുപോലെ തന്നെ മറ്റൊരു വിചിത്രമായ കൊത്തുപണിയാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും 3 പേരാണ് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഒരു ശിരസ്സേ ഉള്ളൂ. അതും വിചിത്രമായിട്ട് തോന്നുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും 3 പേരും 3 ശിരസ്സുകളായിട്ട് തോന്നും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ശിരസ്സിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തൊടുപുഴ കാരിക്കോടുള്ള ശ്രീ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. 1000 വർഷങ്ങൾക്കപ്പുറം ചോളന്മാർ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെയുള്ള സുധീപിയേട്ടനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ക്ഷേത്രത്തിലെ ശ്രീകാര്യം ശ്രീ സുദീപ് കുമാർ ഏട്ടൻ നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഞാൻ തൊടുപുഴ കാരിക്കോട് അണ്ണാമലനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീകാര്യം എന്ന പദവിയിലിരിക്കുന്ന ആളാണ്. എൻ്റെ പേര് സുദീപ് കുമാർ എന്നാണ്. ഈ കാരിക്കോട് അണ്ണാമലനാഥ ക്ഷേത്രം വളരെ ചരിത്രപരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇത് ചോള രാജാക്കന്മാർ നിർമ്മിക്കപ്പെട്ട 74 മഹാക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് തമിഴ് ചരിത്രത്തിൽ വരെ ഉള്ളതാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേരള ചരിത്രം, ഐതിഹ്യമാല തുടങ്ങിയ പുസ്തകങ്ങളിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഹിസ്റ്ററിയൊക്കെ എടുത്ത് പഠിക്കുന്ന പിള്ളേരും ഒക്കെ വരാറുണ്ട്. റിസർച്ച് ചെയ്യുന്ന കുട്ടികളൊക്കെ വരാറുണ്ട്. കാരണം അത്രയേറെ പഴമയുള്ളതാണ്. ഏകദേശം 1800 വർഷക്കാലം പഴക്കമുള്ളതായിട്ടാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള അഷ്ടമംഗല്യ ദേവപ്രശ്നമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രം തെക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പൊതുവെ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണ് സാധാരണ ഇരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് മഹാക്ഷേത്രങ്ങളായിട്ടുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറ് ദിക്കിലേക്കും വൈക്കം മഹാദേവ ക്ഷേത്രം കിഴക്കോട്ടും അങ്ങനെയൊക്കെയാണ് മഹാക്ഷേത്രങ്ങൾ. അതുപോലെ തന്നെ ആണ് ഇത് വളരെ വ്യത്യാസമാണ് ഈ തെക്കോട്ട് ദർശനമായിട്ട്. അത് മാത്രമല്ല, ആ ക്ഷേത്രങ്ങളിലെല്ലാം ശിവന്റെ രൂപം ശിവലിംഗ രൂപത്തിലുള്ളതാണ്. ഇവിടെ സ്വരൂപത്തിലുള്ളതാണ്. അദ്ദേഹം മാനും മഴവും പിടിച്ച് അഭയവരത്തോടുകൂടി അനുഗ്രഹകലയോടുകൂടി ഇരിക്കുന്ന ഭാവത്തിലുള്ള മഹാദേവനും ആ ഒപ്പം തന്നെ ശ്രീപാർവതി ദേവി സ്വരൂപത്തിൽ തന്നെ കൈകളിൽ ഒരു കയ്യിൽ ഒരു പകുതി കഴിഞ്ഞ താമരമുട്ടോടുകൂടി ഭഗവാനോട് ചേർന്ന് വാമഭാഗത്തിരിക്കുന്നതും തൊട്ടടുത്തായി തന്നെ സുബ്രഹ്മണ്യൻ നിൽക്കുന്ന ഭാവത്തിലുമാണ്. അതുപോലെ തന്നെ ശ്രീ മഹാഗണപതി മഹാദേവന്റെ അടുത്ത് ഇരിക്കുന്ന ഭാവത്തിലും ഒറ്റ ശ്രീകോവിലിൽ തന്നെ ഒരേ പീഠത്തിൽ 4 ദേവന്മാർ ഇരിക്കുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണിത്. ഇവിടുത്തെ പൂജകളിലാണെങ്കിൽ തന്നെയും അഭിഷേകാദി കർമ്മങ്ങളും പൂജകളുമെല്ലാം ഈ 4 പേർക്കും തുല്യമായി ലഭിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. അതിൻ്റെ എല്ലാം ഒരുപാട് അനുഭവങ്ങളും ഭക്തർക്ക് ലഭിക്കുന്നുമുണ്ട്. 4 ദേവന്മാർ ഒന്നിച്ചിരിക്കുന്ന അത്യപൂർവമാണ്. ഈ മഹാദേവനും ശ്രീപാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒന്നിച്ചിരിക്കുന്ന ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാകൈലാസത്തിലാണ് ഇരിക്കുന്നതാണ് പറയുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു മകൻ, അതായത് ഗണപതി അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വൈക്കത്ത് സുബ്രഹ്മണ്യനും ഏറ്റുമാനൂർ ശ്രീ മഹാഗണപതിയാണ് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ആ ശ്രീകോവിലിൽ കുടികൊള്ളുന്നത്. ഇവിടെ 2 മക്കളും തുല്യ സ്ഥാനത്തോടുകൂടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് ശ്രീ സുധാകരൻ KR കാവുകാട്ട് ചെയർമാനായിക്കൊണ്ട്
ഉള്ള ഒരു ഭരണസമിതിയാണ്. അതിൽ 182 അംഗങ്ങൾ ട്രസ്റ്റായിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ആ ട്രസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. ഈ കാരിക്കോട് ദേശം തന്നെ വളരെ പ്രാചീനമായൊരു പ്രദേശമാണ്. ഇവിടെ ക്ഷേത്ര നഗരി എന്ന് വിശേഷിപ്പിക്കാം. തൊട്ടടുത്തായിട്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു മഹാക്ഷേത്രം, ഒരു ഭദ്രകാളി ക്ഷേത്രം താഴെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗണപതി ക്ഷേത്രം. പിന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വന്നു എന്ന് പറയപ്പെടുന്ന കൽപ്പണിയിലൊക്കെ പെട്ട ആൾക്കാരിൽപ്പെട്ട വിശ്വകർമാക്കളായിട്ടുള്ളവരുടെ ഒരു അങ്കാളമ്മൻ ഭഗവതി ക്ഷേത്രവും തൊട്ടടുത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കുംകൂട് രാജവംശത്തിൻ്റെ ഒരു കോട്ടപ്പറമ്പുണ്ട്. അവിടെയായിരുന്നു ആ കോട്ട നിലനിന്നിരുന്നതാണ് പറയുന്നത്. അത് വെട്ടുകല്ലാൽ നിർമ്മിച്ചിരുന്ന കോട്ടയാണെന്നും ഒരു കാലഘട്ടത്തിൽ അവരിന്ന് പാരായണം ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് അവർ പോയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ യഥാർത്ഥ ചരിത്രം എന്താണെന്നുള്ളത് ഇന്നും ആർക്കും പിടിയില്ല. അവർ ഇവിടുന്ന് പോയിരിക്കുന്നത് പാലാ ഭാഗത്തേക്കും കൊച്ചി ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ആ രാജവംശത്തിൽപ്പെട്ടവർ ഇന്നും ഉണ്ട്. പറങ്ങൂർ രാജവംശത്തിലെ അവർ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. ഇവിടെ അടിത്തൂൺ മേടിച്ച് അതായത് കരം പിരിച്ചൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലുള്ള രാജാക്കന്മാരായിരുന്നു. ഇപ്പോൾ പ്രിയരോ അങ്ങനെയുള്ളവരാണ്. അവരുടെ ഉപാസനാമൂർത്തിയായിരുന്ന ദേവതയാണ് ഭഗവതി ക്ഷേത്രം. അതിനും ഏതാണ്ട് 100-800 വർഷം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം അത്രയും തന്നെ പഴക്കമുള്ളതാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ എന്ന് തന്നെ പറയാം. തൊട്ടടുത്ത് തന്നെ ഒരു മൈനാര് പള്ളി. അത് പറക്കമുട്ട് റാവുത്തർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അത് രാജവംശത്തിൻ്റെ പരനായകനായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചു നൽകിയതായിട്ടാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഇന്നും ഇവിടെ മതസൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ന്യൂമാൻ കോളേജിൻ്റെ ഒരു ക്രിസ്ത്യൻ പള്ളി. അങ്ങനെ എല്ലാ രീതിയിലും 3 വിഭാഗത്തിൻ്റെയും പള്ളികളും കാര്യങ്ങളുണ്ട്. വളരെ ശാന്തമായിട്ടാണ് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇത് രാജവംശത്തിൻ്റെ കാലം തൊട്ട് ഇങ്ങനെ തന്നെയാണ്. മഹാരാജാവ് തന്നെയാണ് ഈ പള്ളി പറക്കമുട്ട് റാവുത്തർക്ക് നിർമ്മിച്ചു നൽകി എന്നാണ് രേഖകളുള്ളത്. അവരുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സായിപ്പ് ഉപ്പുപ്പ എന്ന് എല്ലാവരും വിളിക്കപ്പെടുന്ന ഒരു ഇവിടുത്തെ സന്യാസിയുമായി, ഇവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് അവിടെ ഒരു സായിപ്പ് ഉപ്പ എന്ന് വിളിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനം അവിടെയുണ്ട്. ഇവിടെ ഈ സ്വാമിയുടെ ഈ നിർമ്മിച്ചത് തന്നെ ഈ സ്വാമിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് സ്വാമിയുടെ സമാധി സ്ഥാനം. അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്തിരുന്ന സന്യാസിയാണ്. അവസാനത്തെ സന്യാസി പരമ്പര എന്ന് പറയും. ഈ ക്ഷേത്രം മഹാസന്യാസിമാരാൽ പൂജിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അവരിൽ അവസാനം ഉണ്ടായിരുന്ന ആളാണ് ശങ്കരഗിരി സ്വാമികൾ. അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് സമാധിയാവുകയും അദ്ദേഹത്തെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ വിചിത്രമായ നിരവധി കൊത്തുപണികളോട് കൂടിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ വിശേഷപ്പെട്ട പൂജകൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് പൗർണമി പൂജയാണ്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും വിവാഹ തടസ്സങ്ങൾ മാറുകയും തൊഴിൽ തടസ്സം മാറുകയും സന്താന സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യുന്ന ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് കുടുംബസ്ഥനായിരിക്കുന്ന മഹാദേവൻ ദേവിയായതുകൊണ്ട് ഒരുപാട് പേർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുകയും അവർ കുട്ടികളെ കൊണ്ട് ചോറ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവിധ പൂജകളും നടക്കുന്നുണ്ട്. മൃത്യുഞ്ജോമോ എല്ലാം രാവിലെ നടക്കുന്ന ഗണജോമം, മൃത്യുഞ്ജോമം എല്ലാം വളരെ വിശേഷപ്പെട്ടാണ് ഇവിടെ നടക്കുന്നത്. കാരണം മൃത്യുഞ്ജോമൊക്കെ ഇവിടെ നടക്കാൻ കാരണം വെച്ചാൽ ഇവിടെ മാർക്കണ്ഡേയന്റെ ചരിത്രമൊക്കെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതായത് മൃത്യുവിനെ കടന്നു പോകാനായിട്ട് ആണുള്ള ഒരു സംവിധാനമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് യോഗികളും മറ്റുള്ളവരൊക്കെ വന്നിവിടെ മൃത്യുഞ്ജോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര ഇങ്ങനെയുള്ള വഴിപാടുകൾ നടന്ന ക്ഷേത്രമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. വൈക്കം ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഇത് വ്യാഘ്രപാദർ എന്ന് പറയുന്ന മുനിയാണ്. പകുതി പുലിയും മുകളിലേക്കുള്ള സന്യാസി ഭാവമാണ്. മഹാദേവന്റെ ഭാവമാണ് വ്യാഘ്രപാദർ എന്ന് പറയും. ഇത് വൈക്കത്തമ്പലത്തിൽ കിഴക്കേ ഭാഗത്ത് തന്നെയായിട്ടുണ്ട്. എല്ലാ ദിവസവും ഭഗവാന്റെ ഒരു എഴുന്നള്ളത്ത് അങ്ങോട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്സവകർമ്മ വൈക്കത്ത് ഉത്സവം നടക്കുമ്പോൾ എല്ലാ ദിവസവും വ്യാഘ്രപാദ തറയിലേക്ക് എഴുന്നള്ളത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ദേവി താമരയ്ക്കകത്തിരിക്കുന്ന, ആയിരത്തിലുള്ള താമരയ്ക്കകത്തിരിക്കുന്ന ഭാവമാണിത്. ദേവി ഇരിക്കുന്നതിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പണ്ട് കാലത്ത് പറഞ്ഞറിവാണ്, വായ്മൊഴിയായിട്ടുള്ള അറിവുള്ളൂ. ഇവിടെ സന്യാസി ശ്രേഷ്ഠന്മാർ എന്തോ വിശിഷ്ടമായ പച്ചമരുന്ന് ഒറ്റമൂലിയായിട്ട് അത് കൊടുത്തിരുന്നു. അത് അരച്ചിരുന്നതായിട്ടാണ് ഈ കാണുന്ന കാട്. അതേപോലെ ആ സൈഡിലൊരു 3 ഭാഗങ്ങളുണ്ട്. ഇത് ഈ കാണുന്നത് പച്ചമരുന്ന് അരച്ചിരുന്നതാണ്. എന്തോ അരച്ചു കൊടുത്തിരുന്നു എന്നാണ് അത് അർത്ഥമെങ്കിലും കാണാൻ കഴിയുന്നത്. എന്താണെന്നുള്ളത് ഇപ്പോൾ അറിയില്ല. ഒരു ശില്പിയുടെ വളരെ പ്രധാനമുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കഴിവിനെയൊക്കെ കാണിക്കുന്ന രീതിയിൽ തന്നെയും ഇവിടെ ഒരു വിശിഷ്ടമായിട്ടുള്ള ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് കല്ലിങ്കലിന്റെ തന്നെ. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ആന തലയുയർത്തി നിൽക്കുന്നതും മറുഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്ദികേശൻ തലപൊക്കിയിരിക്കുന്നതായിട്ട് ഒറ്റ ശിരസിൽ തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകമാണ്. ആ ശില്പിയുടെ ഏറ്റവും വലിയ കഴിവാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കരയിൽ നിന്ന് നന്ദികേശൻ ഒറ്റ ശിരസിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ താഴെയുള്ള ഇതാണ് ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഭാവമാണ്. ശാസ്താവ് അയ്യപ്പനും രണ്ടാണ്. ഈ താടിയും ജടയുള്ള ആളാണ്, കുംഭമേശ്വരമുള്ള ആളാണ് ശാസ്താവ് എന്ന് പറയുന്നത്. ഈ വിഗ്രഹം തന്നെയാണ്, ഇത് തന്നെയാണ് അങ്കിയായിട്ട് ശബരിമലയെ ചാർത്തപ്പെടുന്നതായിട്ട് പറയപ്പെടുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് ഇതിന് വലിയൊരു നാടൻ ഭാഷയെ പറഞ്ഞാൽ ഏറെയും ഞങ്ങൾ പറഞ്ഞാൽ സോപാനം, വലിയൊരു സോപാനമായിട്ട് വരാൻ കാരണം വെച്ചാൽ സന്യാസി വര്യന്മാർ നമ്മളെ കണക്കുള്ള സാധാ ഭക്തർക്ക് വളരെ ഉപദേശങ്ങൾ നൽകിയിരുന്നു. കാരണം ശ്രീ മഹാദേവൻ, ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാദേവൻ സപ്തർഷികൾക്ക് ദേവ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാവത്തിലുള്ള ആളാണ് ഈ പറയുന്ന മഹാദേവൻ. അതായത് ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തി സകലതിൻ്റെയും ദേവനാണ്, സകല വിദ്യകളുടെയും സകല കലകളുടെയും അധിപനായിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് സന്യാസി ശ്രേഷ്ഠന്മാർ എന്തൊക്കെയോ ഭക്തർക്ക് ഇവിടെ നിന്ന് വേണ്ട നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സോപാന രീതിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിചിത്രമായ കൊത്തുപണിയാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും 3 പേരാ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്, പക്ഷെ ഒരു ശിരസേ ഉള്ളൂ. അതും വിചിത്രമായിട്ട് കൊത്തുകയാണ്. നമ്മൾ എവിടെ നോക്കിയാലും 3 പേരും 3 ശിരസുകളായിട്ട് തോന്നും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ശിരസിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. 3 ഉടലുള്ളതായിട്ട് കാണാം. അത് തന്നെ ക്ഷേത്ര ശ്രീകോലയോട് ചേർന്ന് തന്നെയാണ് ശ്രീ മഹാഗണപതിനെ കുത്തിവെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് കല്ലിൽ തന്നെ കുത്തിയാണ് പറഞ്ഞതോടുകൂടി ചെയ്തിട്ടാണ്. അദ്ദേഹം കുടിയുള്ളത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ്. അതുപോലെ തന്നെ വളരെ വിചിത്രമായ മറ്റൊരു ഇതാണ് ഈ 9 ദ്വാരങ്ങൾ. ഇത് നവഗ്രഹങ്ങളായിട്ടാണ് സങ്കല്പം. നവഗ്രഹങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള മഹാദേവന്റെ കൂടെയാണ് 9 ഗ്രഹങ്ങൾ. അദ്ദേഹത്തിന്റെ ശ്ലോകങ്ങളൊക്കെ പറയുന്നത് നവഗ്രഹ പരിവാര സമേതനായി. അതുകൊണ്ടാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് നാണയം വയ്ക്കാനാണ് ജ്യോത്സ്യന്മാർ പണ്ഡിതന്മാർ പറയുള്ളൂ. പിന്നെ ഉള്ളത് 9 ഗ്രഹങ്ങളാണ്. മനുഷ്യ ശരീരത്തിന് 9 ദ്വാരങ്ങളാണ്. അതുപോലെ തന്നെ താഴീക്കുടത്തിലെല്ലാം നിറയ്ക്കുന്നത് അത് 9 ധാന്യങ്ങളാണ്. ഹൈന്ദവാചാരത്തിൽ ആ ധാന്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നവധാന്യങ്ങളാണ് താഴീക്കുടങ്ങളിൽ നിറച്ചിട്ടാണ് സാധാരണ താഴീക്കുടം ഇത് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് നിലവിൽ താഴീക്കുടമില്ല. കാരണം ഇത് കൈലാസത്തിന് തുല്യമായതുകൊണ്ട് ഏറ്റവും ഉയരങ്ങളിലുള്ളതാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇതിന് താഴീക്കുടം വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വിചിത്രമായ കൊത്തുപണിയാണ്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരാൾ നടന്നതിന് മുമ്പ് ഈ സൈഡിൽ നിന്ന് നോക്കിയാലും സിംഹം നമ്മൾ നേരെ നോക്കുന്നതായിട്ട് വരും. അതിങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ തന്നെ. പക്ഷെ ഒരു ശിരസാണ് അതിൽ കുത്തിയിട്ടുള്ള മൂലകത്ത്. ഒറ്റത്തലയിൽ 2 ഉടലായിട്ടാണ് അത് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഓവ് ശ്രീകോലിന്റെ പുറകോട്ടാണ്, വടക്കോട്ടായിട്ട് തന്നെയാണ് ഉള്ളത്. ഓവ് പുറകോട്ടാണ്. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ദേവീദേവന്മാരുടെ വലതുവശത്തേക്കായിരിക്കും ഓവ് വരുന്നത്, ഗംഗാതീർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അഗസ്തീശ്വരനാണ് അറിവിലുള്ളത്. നമ്മൾ അന്വേഷണത്തിൽ നിൽക്കുന്ന അഗസ്ത്യമുനിയുടെ ആണ് കുത്തിയിരിക്കുന്നത്. 18 ശിവയോഗികളിൽ 1ാമത്തെ ആൾ അദ്ദേഹത്തിനാണ് ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം ഓവ് പുറകോട്ടാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിന് ഓവ് കടന്ന്, പൊതുവെ ശിവക്ഷേത്രങ്ങളിൽ ഓവ് മുറിച്ച് കിടക്കുന്ന സമ്പ്രദായമില്ല. പക്ഷെ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണമാണ്. ഒന്ന് കൈലാസത്തിന് തുല്യമാണ്. രണ്ടാമത് ഇവിടുത്തെ മഹാദേവന്റെ ജടയിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമില്ല. ആ സാന്നിധ്യം കാണിക്കുന്നത് താഴെയുള്ള പടിഞ്ഞാറ് വശത്തുള്ള കുളത്തിലാണ് കാണിക്കുന്നത്. പിന്നെ 4 പേരിരിക്കുന്നു, തെക്കോട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാരണം കൈലാസത്തിന് തുല്യമാണെന്നാണ് പദ്ധതിയിൽ എല്ലാം നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് പൂർണ്ണ പ്രദക്ഷിണം അനുവദനീയമാണ്. മറ്റ് കേരളീയ സമ്പ്രദായത്തിൽ മറ്റൊന്നും പൂർണ്ണ പ്രദക്ഷിണം വരുന്നില്ല. ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണമായും മുകളും എല്ലാം ഭിത്തികളും മുകളും എല്ലാം പൂർണ്ണമായും കരിങ്കല്ലാൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തായിട്ട് 5 ദ്വാരങ്ങളോട് കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പഞ്ചഭൂതങ്ങളെ സൃഷ്ടിയും 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യർക്കുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങളെ ഏകീകരിച്ചു കൊണ്ടുവന്ന് ഏകാഗ്ര മനോഭാവത്തോടെ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 അതിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജ, തിരുമേനിമാർ ചെയ്യുന്ന പൂജ 5 ആചാര്യന്മാരെ ദീപം, ധൂപം, ഗന്ധർജ്ജലം എന്ന് പറഞ്ഞാണ് പൂജ ചെയ്യുന്നത്. ഒരു ക്ഷേത്ര ദർശന സമയത്ത് 5 ശുദ്ധി വേണം, പഞ്ചശുദ്ധി വേണമെന്ന് പറയും. വാക്ശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി, അങ്ങനെ 5 ശുദ്ധികൾ വേണമെന്ന് പറയും. പിന്നെ ലോഹങ്ങൾ 5 സാധാരണ. ഇത് അതേപോലെ തന്നെ 18 യോഗികളിൽ 2ാമത്തെ ആളാണ് തിരുമൂലർ എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ദർശനമായിട്ടാണ് കുടികൊള്ളുന്നത്. 2ാമത്തെ ആൾ 18 യോഗികളിൽ 2ാമത്തെ ആൾ, 1ാമത്തെ ആളാണ് അഗസ്തീശ്വരൻ, തിരുമൂലറാണെന്നുള്ളതാണ്. ഇത് കിഴക്ക് ദർശനമായിട്ട്. അതുപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളുടെ ഈ ദ്വാരങ്ങളിലൂടെ മേടമാസത്തിൽ മേടപ്പത്തൊക്കെ വരുന്ന സമയത്ത് സൂര്യൻ നെടുരേഖയിൽ സഞ്ചരിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം ഈ ഹോളിലൂടെ അകത്ത് വന്ന് പതിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അത് മഹാക്ഷേത്രങ്ങൾ തിരുവനന്തപുരം ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ പ്രത്യേകത. ഇവിടെയും ആ ഒരു പ്രത്യേകത കാണിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ കിഴക്കതാണ് സൂര്യൻ മേടമാസം, അതായത് ഏപ്രിൽ 23 കൂടി ഈ ദ്വാരങ്ങളിലൂടെ അകത്ത് വന്ന് ബിംബങ്ങളുടെ പുറകിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാണുന്ന ശില്പത്തിന്റെ ഇത് തന്നെയാണ് അകത്തുനിന്ന് നിലവിൽ
പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും. മഹാദേവന്റെ പേര് മാനും മഴുവാണ് അതിൽ അഭയവരത്തുള്ളിയിരിക്കുന്നത്. ശ്രീ പാർവതി പകുതി വിരിഞ്ഞൊരു താമരമൊട്ടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അത് മുകളിൽ കാണുന്നത് സുബ്രഹ്മണ്യൻ മയിലിന്റെ പുറത്ത് പോകുന്ന ഭാവമാണ്. ഈ കരിങ്കല്ല് കൊണ്ടുള്ള കുടിവിളക്കിന് ഏകദേശം 1500 വർഷം പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നേതൃത്വം ഉണ്ടായിരുന്നതാണ്. ഇതിൽ ഈ ചോളന്മാർ നിർമ്മിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഈ കാണുന്ന 5 ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചില സിമ്പിളുകൾ ഇവർ പണിയുന്ന സമയത്ത് നിർമ്മിക്കും, ചെയ്തു വയ്ക്കും. ഇത് വെച്ചാണ് ഇവിടെ പണിയാൻ വന്ന തഞ്ചാവൂരിലെ ശില്പികൾ തന്നെ അവരും പറയുന്നുണ്ട് ഇത് ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിയാണ്. അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അവരും പറയുന്നത് ഇതെല്ലാം കണ്ടിട്ട് അവർ പറയുന്നുണ്ട് ഇത് ചോളന്മാർ നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൽ ചില കല്ലുകളിലൊക്കെ ചില ഡോട്ട് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്, കാരണം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയും കൂടെ കൂടിയിട്ടാണ് ഇത് ഉറപ്പിക്കാൻ നമ്മൾ പറയുന്നത് ഇത് ചോളന്മാരുടെ കാലഘട്ടത്തിലുള്ളതാണെന്നുള്ള പറയാൻ കാരണം. ഈ കല്ലിന് ഏകദേശം അത്രയും വർഷം പഴക്കമുണ്ട്, പണ്ടുതൊട്ട് ഇവിടെ ഉള്ളതാണ്. ഇത് രാവിലത്തെ പ്രസന്ന പൂജാ സമയത്ത് നെയ്യ് ഒഴിച്ച് ക്ഷേത്രത്തിൽ അധികാരപ്പെട്ടവരാണെങ്കിൽ കത്തിച്ച് വയ്ക്കുന്ന ഒരു പതിവുമുണ്ട്. ക്ഷേത്രം ശ്രീകോവില് തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂരിലുള്ള ശില്പികൾ തന്നെ വന്നാണ് അഴിച്ച് തിരിച്ച് റീസെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ എല്ലാ ദിക്കിലേക്കുള്ള നമ്പറുകൾ വിട്ടവർ എല്ലാം ചെയ്തു. നമ്മുടെ കേരളത്തിലുള്ളപ്പം സാധിക്കുന്ന കാര്യങ്ങളല്ല. അതിൽ കുറച്ച് പണിക്കാരാണോ 7-8 പേര് വന്നിട്ട് അതിനകത്ത് കംപ്ലീറ്റ് അഴിച്ച് ദിക്ക് വെച്ച് സൗത്ത് നോർത്ത് ഈസ്റ്റ് എന്നവർ നോട്ട് ചെയ്ത് അതിൽ ഓരോ കല്ലിനും അടയാളപ്പെടുത്തിക്കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം അത് മുഴുവൻ അടിവശം വരെ കൊണ്ടുപോയി അവിടുന്ന് തൊട്ട് പണിത് കയറി വന്നിരിക്കുന്നതാണ്. അടി ഏതാണ്ട് കല്ല് പാറയാണ്. ആ പാറയിൽ നിന്ന് തൊട്ട് പണിത് കയറിയാണ്. വളരെ താഴ്ചയായിട്ടൊരു 15 അടിക്ക് താഴെ പാറയാണ്. ആ പാറയിൽ നിന്ന് തന്നെയാണ് ദേവസ്വത്തിൽ പറയുന്നതാണ് പാറപ്പുറയിരിക്കുകയാണ്. നമുക്ക് വിശ്വാസം കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു. താഴെ നിർത്താണ് കെട്ടിക്കയറിയിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് തഞ്ചാവൂർ ശില്പികളാണ്. അതും തഞ്ചാവൂർ ക്ഷേത്രം പണിത ശില്പിയാണ് വന്ന് പൊളിഞ്ചു എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ് പണിത് തന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് ഇവിടുന്ന് ചെന്നതിന് മറ്റൊരു യോഗം ഉണ്ടായി. തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ താഴെക്കുടം രണ്ടാമതായിട്ട് തിരിച്ചിരിക്കുകയാണ് യോഗത്തിനുണ്ടായി. 10ാമത്തെ സ്ഥാനത്തോട് കൂടിയാണ് അദ്ദേഹം അത് തിരിച്ചിരിക്കുന്നത്. ആ പരമ്പരപ്പെട്ടവർ തന്നെയാണ് ഇതും വന്ന് ചെയ്യാനുള്ള അറിയാണ്ടാണെങ്കിലും വന്ന് അദ്ദേഹം തന്നെയാണ് ചെയ്തു പോയിരിക്കുന്നത്. എന്ന് പറയുന്ന ആള് അദ്ദേഹമാണ് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു യോഗം ഉണ്ടായത്. അപ്പോൾ തന്നെ തിരിച്ച് പറയും ചെയ്തു അദ്ദേഹമായിട്ട് യോഗം വന്നേക്കാം. അത് നൂറ്റാപ്പാടി പൊക്കത്തിലങ്ങാണ്ടാണ്. പുറത്തൂടെ തന്നെ ഈ താഴെ കുറേയായിട്ട് കയറുകയും വേണം. പുറത്തോട് കൂടിയിട്ട് കയറ് കോണിയിൽ കൂടെ കയറി ഓടി സ്ഥാപിക്കാനുള്ള അധികാരങ്ങൾക്കുണ്ട്. അവർക്കൊക്കെ അന്നത്തെ കാലത്ത് ലഭിക്കുന്ന പട്ടും വളയും കുറേ പൂസത്തും രാജാക്കന്മാർ കൊടുക്കും. ആ പട്ടും വളയും വളരെ അംഗീകാരമാണ്. എപ്പോൾ ചെന്നാലും ആ അമ്പലത്തിൽ പ്രവേശിച്ച സ്ഥലത്ത് തൊഴാനുള്ള അധികാരം നമുക്ക്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിന്റെ ശില്പിയിൽപ്പെട്ട ആളുടെയാണ് ഈ ക്ഷേത്രത്തിന്റെ പുറകുവശത്തായിട്ടൊരു ശില്പം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ തമിഴ് നല്ല രീതിയിൽ തമിഴിൽ തന്നെയാണ് കുട്ടിക്കുക. അതൊക്കെ കൊണ്ട് ഉറപ്പിക്കുക തന്നെയാണ് ഇത് തമിഴ് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരു കാരണമാണ്. ഇത് നിർമ്മിച്ച ശില്പിയുടെ ആവണം നമുക്കുള്ളത്. കാരണം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര കൊട്ടാരത്തിലൊക്കെ അത് നിർമ്മിച്ച ശില്പിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ അത് ചെയ്തിട്ടാണ് പകുതി ഫീസും നഷ്ടപ്പെട്ടു പോയി. നമുക്ക് മണ്ണിനടിയിൽ നിന്ന് പണ്ട് കാലഘട്ടത്തിൽ മണ്ണിനടിയിലാണ് കുറേ കാലം പൂജ മുടങ്ങിപ്പോയി കിടന്നിരുന്നു. ഈ ഭിത്തിയെല്ലാം പോയിട്ട് കേന്ദ്രത്തിൽ പോയിരുന്നു. അത് മാന്ദ്യ സമയത്ത് ഫൗണ്ടേഷനിൽ കറക്റ്റ് ആളാണ് മാന്ദ്യ സമയത്താണ് ആ കല്ല് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം. പുറവശത്ത് അത് തമിഴ് തന്നെയാണ്, കൊടും തമിഴാണ് എഴുതിയിരിക്കുന്നത്. തമിഴ് വംശജർ തന്നെ നിർമ്മിച്ചാന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. ഇത് കൊടുന്തമിഴ്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിലപ്പുറം കണ്ട രൂപം ആണ് ഇതിൻ്റെ ശില്പിയായിരിക്കാനാണ് 99% സാധ്യത. നമുക്ക് കുറച്ച് മുമ്പ് പറഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അത്തരത്തിലൊരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഭഗവാനെ എപ്പോഴും ദർശിക്കാവുന്ന രീതിയിൽ ഒരു സാന്നിധ്യമായിട്ട് സാധാരണ ശില്പികൾ ചെയ്തു വയ്ക്കും. ഒരു ഭാഗമാണെന്നുള്ളതാണ് വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പുരാവസ്തു ഗവേഷകർക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത് തന്നില്ല. വരുമ്പോൾ അറിയാതൊക്കെ എഴുതി വെച്ചേക്കണം. ഇത് ഈ കല്ല് ശരിക്കും നമ്മുടെ ശ്രീകോവിലിന് നേരെയുള്ള കല്ലാണ്. അത് ചെറിയൊരു പൊട്ടൽ വന്നപ്പോഴത്തേക്കും അത് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. പിന്നെ ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പങ്ങളാണ്. ശരിക്കും പാർവതി ദേവിയാണ് ശില്പത്തിൽ കാണുന്നത്. പിന്നെ നമ്മുടെ തഞ്ചൈ ബൃഹത്തീശ്വരർ കോയിൽ, അതായത് തഞ്ചൈ പെരിയ കോയിൽ എന്ന് പറയും, ചോളന്മാരൊക്കെ കെട്ടിയ അമ്പലമാണ്. അപ്പം അതുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു ക്ഷേത്രമായിരിക്കാം. ഒന്നെങ്കിൽ ഈ ക്ഷേത്രം തഞ്ചൈ പെരിയ കോയിലിനേക്കാളും കൂടുതൽ പഴക്കമുള്ളതാവും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആ ശില്പി തന്നെ പണിത ക്ഷേത്രമാവാം. ഗസ്സിംഗ് ആണ്, ഉറപ്പില്ല. ഇതൊക്കെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ അവരൊക്കെ ഇന്ന് ഈ ക്ഷേത്രത്തിലെ പല സ്റ്റാച്യൂസും മ്യൂസിയത്തിലുണ്ട് എന്ന അറിവും എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അത്രയും പഴക്കം നിന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ തൊടുപുഴ ടൗണിൽ തന്നെയുള്ള ശ്രീ അണ്ണാമലൈനാഥർ ക്ഷേത്രം. ഇത് ഈ ക്ഷേത്രത്തിലെ ഒരു ഗോശാലയാണ്. ഇതിന് വളരെ പ്രത്യേകതകളുണ്ട്. ഇത് തികച്ചും നാടൻ പശുക്കളാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത്. ഇവിടെ ഏതാണ്ട് 8 വയസ്സുണ്ട്. ഇവളുടെ നന്ദിനി എന്നാണ് പേര്. ഇവളാണ് ആദ്യമുള്ള ഇവിടെ വന്നേരം പശുക്കളെല്ലാം ഉള്ളത്.
ഇവിടെ ബെച്ചൂർ പശുവാണ്. ലോകത്ത് തന്നെ പ്രശസ്തമായിട്ടുള്ള ബെച്ചൂർ പശുക്കളാണ് നിൽക്കുന്നത്. ഇവരല്ലാതെ അപ്പുറത്തെ തൊഴുത്തിനകത്തേക്ക്. ഇത് ഇവള് രാജസ്ഥാനിയാണ്. താർ പാർക്ക് എന്ന് പറയും. ഇവിടുത്തെ അവളുടെ പേര് ഗൗരി എന്നാണ്. അവളുടെ പേര് താർ പാർക്കൻ എന്ന് പറയും. രാജസ്ഥാനിയാണ്. ഒരു മരുഭൂമിയിലെ ചൂടിനെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് അവരുടെ ശരീരത്തിനുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിലെ സുന്ദരി പശു എന്നൊരു വിശേഷണം കൂടെ അതിനുണ്ട്. വളരെ നാടൻ പശുക്കളാണ്. അവർ കായികപരമായിട്ടുള്ള അവർക്ക് ഭയങ്കര ഇതാണ്. ഓടാനും ചാടാനൊക്കെ കഴിവ് കൂടുതലാണ് മറ്റു പശുക്കളെക്കാളും. മെയിനായിട്ടും ഈ ക്ഷേത്രത്തിൽ ഇതിനെ വളർത്തുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇതിൻ്റെ ചാണകവും ഉപയോഗിച്ച് ഇവിടെ ഭസ്മം ഉണ്ടാക്കുന്നുണ്ട്. ശുദ്ധമായ ഭസ്മമാണ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ച് വരുന്നത്. ഭഗവാന്റെ അഭിഷേകകർമ്മങ്ങൾ ഭക്തർക്ക് കൊടുക്കുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്ന് ശുദ്ധമായ ഭസ്മമാണ്. മറ്റിന്ന് വരുന്ന കടകളിൽ നിന്നൊക്കെ വരുന്നതിനകത്തെല്ലാം ഒരുപാട് കെമിക്കലുണ്ട്. ശുദ്ധമായ ഭസ്മമാണ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഏതാണ്ട് 200-250 രൂപ ഒരു കിലോ ഭസ്മത്തിന് നമുക്കിവിടെ പശുക്കളുണ്ടായിട്ട് തന്നെ അത്രയും ചിലവ് വരുന്നുണ്ട്. അത് ഭക്തർക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. പലതരം രോഗങ്ങൾ മാറാനായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗോമൂത്രം അതും വളരെ ഇതായിട്ടുള്ളത് ആയുർവേദിക് മെഡിസിനാണ്. അത് പലരും കൊണ്ടുപോകുന്നുണ്ട്. പഞ്ചഗവ്യം ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പഞ്ചഗവ്യം 5 കൂട്ടം പശുവിൻ്റെ ഉണ്ടാകുന്നത് വളരെ ഇതാണ്. അതേ പഞ്ചഗവ്യം തന്നെയാണ് ക്ഷേത്രങ്ങളിൽ വാർഷികമായിട്ട് നടക്കുന്ന കലശത്തിന് ഉപയോഗിക്കുന്നത്. പലർക്കും അറിയില്ല. അങ്ങനെ വരുമ്പോൾ അത് വളരെ പവറായിട്ടുള്ള ഭയങ്കര പോസിറ്റീവായിട്ടൊരു സാധനമാണ് പഞ്ചഗവ്യം. മരണാനന്തര കർമ്മങ്ങളിൽ അസ്ഥി നിമഞ്ജനം ചെയ്യുന്നതിന് മുമ്പ് അസ്ഥി ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നതും ഇതേ പഞ്ചഗവ്യം തന്നെയാണ്. ഇത് തന്നെയാണ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നതും. പഞ്ചഗവ്യം കൊടുക്കുന്നുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കും. പഞ്ചഗവ്യം എത്ര ദിവസം സേവിക്കുന്നു എന്ന് കൊടുക്കുന്നത് ഉള്ളു ശുദ്ധമാണ്. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള അത്രയും ശുദ്ധമായിട്ടുള്ള സാധനമാണ് പഞ്ചഗവ്യം. ഇവിടുത്തെ പശുക്കൾക്ക് പൊതുവെ ഞങ്ങൾ വൈക്കോലും പുല്ലും നാടൻ തീറ്റകൾ, അതായത് 2-3 കൂട്ടം തവിടുകൾ കൂട്ടിക്കുഴച്ചുള്ള സാധനമാണ് കൊടുക്കുക. അല്ലാണ്ട് ഈ പെല്ലറ്റ് പോലുള്ള പുതിയ സാധനങ്ങൾ അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഇവിടെ യാതൊരു സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ ചാണകത്തിനൊന്നും ഒരു സ്മെല്ലും ഇല്ല. എല്ലാ വർഷവും ശിവരാത്രി ദിവസം വളരെ വിശദമായിട്ട് തന്നെ ഭസ്മം കരിക്കുന്ന ഒരു ചടങ്ങ് തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ഭസ്മമാണ് ഭഗവാന് നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്തർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചരിത്രപരമായ അണ്ണാമലനാഥർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാര്യങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.